മാദി തലാൽ ടു ഈസ്റ്റ് ബംഗാൾ ഗൈസ്. ഞാൻ മാദി തലാൽ എന്ന് പറയുന്ന താരത്തെ പറ്റി ഒരു റീൽ ഷോർട്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാദി തലാലിൻ്റെ നല്ല പെർഫോമൻസ് നടത്തുമ്പോൾ മുംബൈ സിറ്റി FC പറയുന്നു അത് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ് ആണ്, ഫ്യൂച്ചർ ഓഫ് മുംബൈ സിറ്റി FC. അന്ന് ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂവേഴ്സൊക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസും വന്നിരുന്നു. ഐ മീൻ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ്. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തതിനെ പറ്റി. ഏതാണെങ്കിലും മാദി തലാൽ ക്ലബ്ബ് വിടുന്നു, അതായത് പഞ്ചാബ് FC വിടുന്നു, പക്ഷേ മുംബൈ സിറ്റി FCയിലോട്ടല്ല എന്നുള്ളതാണ്. ഇപ്പോൾ IFTWC ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 5ഓളം ക്ലബ്സ് അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ മുംബൈ സിറ്റി FC ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിലും അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളുമായിട്ടൊരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത താരമാണ്. ഗോളും ഇപ്പം 19 മാച്ചിൽ നിന്ന് 4 ഗോൾ 9 അസിസ്റ്റ്. വാട്ട് എ പെർഫോമൻസ് എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ഒരു ഫ്രഞ്ച് താരമാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ളൊരു താരമാണ്. ഈ ഒരു താരത്തിൻ്റെ ഒരു പ്രകടനം, പ്രത്യേകിച്ച് ഒരു യങ് ആയിട്ടുള്ളൊരു താരം കൂടിയാണ്. പഞ്ചാബ് ആദ്യമൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത ടീമായിട്ട് കൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ മത്സരത്തിലും ഓരോ ഗോളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് പഞ്ചാബ് FCയുടെ സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പം അതും കൂടി ആണ് അവരെ മുന്നോട്ട് നയിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പം മാദി തലാലിനെ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വന്നു, നമ്മൾ വിദേശികളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും സംസാരിച്ചാണ്. പക്ഷേ ഞാൻ ISL ആക്കിയെന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് കമൻറ്റേറ്റർ പുലസ്തയായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ഡിസ്കഷൻ, ഇപ്പോൾ പഞ്ചാബിൻ്റെ ഫസ്റ്റ് മാച്ച് എന്തോ നടക്കാൻ പോകണം. അപ്പോഴാണ് ഇങ്ങനെ മാദി തലാൽ പുള്ളി എന്തോ മാച്ചസൊക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ISL ഒരു എക്സെപ്ഷണൽ പ്ലെയർ ആകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പുള്ളി അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാനിപ്പം പെട്ടെന്ന് ഓർക്കുകയാണ്. അന്ന് നമ്മൾ വാക്കിന് പോകുന്ന സമയത്ത് ആ ഒരു ഇടയിലാണ് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചത്, അന്ന് മാദി തലാലിനെ പറ്റി. സോ അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. മാദി തലാൽ ISL ഒരു എക്സെപ്ഷണൽ പ്ലെയർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത് ടീമും ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു താരം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നു. ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാളിന് ഉറപ്പായിട്ട് ഒരു ക്രിയേറ്റീവ് പ്ലെയർ മിസ്സിംഗ് ആണ്. അവർ വിങ് അറ്റാക്സ് നടത്തുമ്പോൾ നന്ദയും മഹേഷും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സെൻട്രൽ അറ്റാക്കിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം വിക്ടർ വാസ്കസ് എന്ന് പറഞ്ഞ പുതിയൊരു പ്ലെയറൊക്കെ വന്നെങ്കിൽ കൂടി അതേപോലെ 7 മാച്ചസ് കളിച്ചു, ഇതേവരെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും നടത്താൻ സാധിച്ചില്ല. ആ സമയത്താണ് മാദി തലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വേണേൽ വിങ്ങിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, അതായത് നമ്പർ 10 വേണേൽ നമ്പർ 9, ഒരു ഫാൾസ് 9 എന്ന രീതിയിലൊക്കെ കളിപ്പിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. അദ്ദേഹത്തെ അവർ ടീമിലെത്തിക്കുന്നത് ഉറപ്പായിട്ടും ഒരു കിടിലൻ സൈനിങ് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് 26 വയസ്സ് മാത്രം ഉള്ള പ്രായമാണ്. കുറേ വർഷങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഈ ഫോം തുടർന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണെന്നുള്ളതാണ്. ഏതായാലും ഈസ്റ്റ് ബംഗാളിലൊരു ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു പ്രീ കോൺട്രാക്റ്റാണ് മാദി തലാലുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളിപ്പോൾ ഉറപ്പായിട്ടും കമൻസിലും കാണിക്കുകയാണ് സനിയ.